ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ചായൻ്റെ കടിയാണ് ദോശ. അപ്പോൾ അത് നമുക്ക് തലേന്ന് തന്നെ ഉച്ചക്ക് തുടങ്ങണം. അരിയൊക്കെ വെള്ളത്തിലിട്ട് പിന്നെ വൈകുന്നേരം ആട്ടി പിന്നെ മാവ് കൂട്ടി വെക്കണം. അപ്പോൾ അതൊന്നുമില്ലാതെ നമുക്ക് ഇതേപോലൊരു ദോശ എങ്ങനെ ചുട്ടെടുക്കാമെന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് കേട്ടോ. പിന്നെ തലേന്നൊക്കെ നമ്മൾ എവിടെയെങ്കിലും പോയി വരികയാണെങ്കിലും അപ്പോൾ നമുക്ക് അരി വെള്ളത്തിലിടാൻ പറ്റിയില്ലെങ്കിലൊക്കെ പിന്നെ അന്ന് ദോശ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ വേറെയുള്ള കടിയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കടി തന്നെയാണ് ഈ ഒരു ദോശ. അതാണെങ്കിൽ നമുക്ക് രാവിലെ നേരം വൈകി നീച്ചാലൊന്നും പ്രയാസമല്ല. മറ്റേത് ഇങ്ങനെ പത്തിരി ചപ്പാത്തി അതൊക്കെ ആകുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ, കുറേ സമയമാകും. അപ്പോൾ ഇത് അതേ പിന്നെ നമ്മൾ അരിയൊക്കെ തലേന്ന് വെള്ളത്തിലിടാൻ മറന്നു പോയാൽ ചെയ്യാൻ പറ്റിയൊരു ഐഡിയ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇവിടെ പച്ചരി എടുത്തിരുന്നു കേട്ടോ. 2 ഗ്ലാസ് പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു അര ഗ്ലാസ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. 2 ഗ്ലാസ് പച്ചരി, ഞാൻ പച്ചരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. സാധാരണ ഞങ്ങൾ ഉണങ്ങല്ലേരിയാണ് ഉപയോഗിക്കൽ. റേഷൻ കടയിലത്തെ പച്ചരി ഇട്ടപ്പം പച്ചരിയാണ് എടുത്തത്. ഇനി അതിലേക്ക് ഒരു സ്പൂണ് ഉലുവ എടുത്തിട്ടുണ്ട്. ഉലുവ ആവശ്യം പറ്റാത്തവർക്ക് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് 3-4 പ്രാവശ്യം നന്നായിട്ട് കേകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. പിന്നെ നമ്മളിത് കേൾക്കൂല. അപ്പോൾ ഞാൻ കേകി വൃത്തിയാക്കി വെച്ച് രാത്രിയാണ് ഇപ്പോൾ ഞാനത് ചെയ്യണത് കേട്ടോ. ഇനി ഇതിലേക്ക് പിന്നെ 1 ഗ്ലാസ് ചോറാണ് ഞാൻ എടുത്തത്. മട്ടരിൻ്റെ ചോറാണ് കേട്ടോ എടുത്തത്. ഏത് ചോറാണെങ്കിലും കുഴപ്പമില്ല. 2 ഗ്ലാസ്സിക്ക് 1 ഗ്ലാസ് ചോറ്, അര ഗ്ലാസ് ഉഴുന്ന്. അപ്പോൾ അതിന് പൊതിരാൻ പാകത്തിന് വെള്ളം, നമുക്ക് ആട്ടിയെടുക്കാനും പാകത്തിനുള്ള വെള്ളം ഒഴിക്കുക. പിന്നെ ഞാനൊരു അര സ്പൂണ് ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് ഗൾഫിൻ്റെ ഈസ്റ്റാണ്, നല്ല ഈസ്റ്റാണ്. അപ്പോൾ നാട്ടിലത്തൊക്കെ ഈസ്റ്റാണുമ്പോൾ ഒരു സ്പൂണ് ഇടേണ്ടി വരുന്ന തോന്നണത്, അത്ര പോരാ. അപ്പോൾ നന്നായിട്ട് സ്പൂണൊക്കെ വെച്ചിട്ട് ഇളക്കിയിട്ട് ഒരു പാത്രത്തിൽ മൂടി വെക്കുക. ഇതിപ്പോൾ രാത്രി ചെയ്തതാണ്. ഇതിപ്പോൾ രാവിലെ നോക്കുമ്പോൾ അതിൻ്റെ ഈസ്റ്റ് ഇതൊക്കെ പതഞ്ഞ് വന്നിരിക്കുന്നു. ഇനി ഇത് നമുക്ക് മിക്സിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യണത്. ഈ വെള്ളം ഇതിന് പാകമാണ്. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കളയാൻ പാടില്ല. നമ്മൾ ഇതിൽ ഉള്ള വെള്ളം കൊണ്ട് തന്നെ അത് അരച്ചെടുക്കണം. അപ്പോൾ മിക്സിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം ഏറിയാൽ നമ്മളെ ദോശ ശരിയാവില്ല. അപ്പം വെള്ളം ഒഴിച്ച് വെക്കുമ്പം പാകത്തിന് വെള്ളം ഒഴിച്ച് വെക്കുക. ഇത് ഞാൻ കണ്ടത് ഇവാസ് വേൾഡിൻ്റെ ചാനലിലാണ് കേട്ടോ. അവളെൻ്റെ കൂട്ടുകാരിയും കൂടിയാണ്. അപ്പോൾ അവളെ ചാനലിലാണ് ഇത് ആദ്യമായിട്ട് കണ്ടത്. നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നി. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്. നമ്മളൊക്കെ തലേന്നല്ലേ ചെയ്ത് വെക്കൽ. അപ്പോൾ ഈ ഒരു ഐഡിയ ഞാൻ ആദ്യമായിട്ട് ചെയ്യണം. നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കോണ്ടി. അപ്പോൾ നമ്മൾ മാവൊക്കെ അരച്ച് നല്ല കുറുന്നനായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒഴിച്ച് വെച്ച വെള്ളം അതിലേക്ക് പാകമാണ്. ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് 1 മണിക്കൂർ നമ്മൾ പിന്നെ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1 മണിക്കൂർ മതി. അപ്പോൾ നമ്മൾ സുബഹിസ്കരിച്ച് കഴിഞ്ഞിട്ടൊന്ന് ആട്ടിയിട്ട് പിന്നെ നമ്മൾ വേറെയുള്ള പണിയൊക്കെ എടുത്തിട്ട് കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ ചുട്ടാൽ മതി. 1 മണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് പിന്നെ അടച്ച് വെക്കണം. അപ്പോൾ മാവൊക്കെ ആയി നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് നമ്മളൊരു പാത്രം വെച്ചിട്ട് അടച്ച് വെക്കുകയാണ് ചെയ്യണത്. ഇതിൻ്റെ ഇടയിൽ ഞാൻ കറിയൊക്കെ ഉണ്ടാക്കി മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് ചുടാനുള്ള പാകത്തിനായിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ കാണുമ്പോൾ ഒരുപാട് പൊങ്ങിയിട്ടില്ല. നമ്മൾ തലേന്ന് വെക്കണ ആ ഒരു ഇതില്ലല്ലോ. അപ്പോൾ ഇനി അതിലേക്ക് ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കി ചേർത്തിട്ട് നമ്മൾ ചട്ടിയിൽ ചുട്ടെടുക്കുകയാണ് ചെയ്യണത്. തലേന്ന് നമ്മൾ കൂട്ടി വെക്കുമ്പം കുറച്ചും കൂടി നന്നായിട്ട് മാവ് പൊന്തി വരും. ഇത് പൊന്തി വന്നിട്ടില്ല, എന്നാലും ആ ഒരു കറക്റ്റിനാണ് നമുക്ക് ദോശ കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ ദോശ ചുടാൻ വേണ്ടിയിട്ട് ചട്ടി ഞാൻ ഇരുമ്പിൻ്റെ ചട്ടിയിലാട്ടോ ചുടൽ. അപ്പം മാവ് ഒഴിച്ചിട്ട് പരത്തിയിട്ട് ചുട്ടെടുക്കുകയാണ് ചെയ്യണത്. നമ്മൾ വിചാരിക്കും ഇത് ശരിയാകുമോ എന്നൊക്കെ. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. എൻ്റെ കൂട്ടുകാരിയായ ഇവാസ് വേൾഡിൻ്റെ ചാനലിലാണ് ഞാനിത് കണ്ടത്. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ തന്നെ അതൊന്ന് പരീക്ഷിക്കാൻ നേരി നോക്കിയാണ്. ഞാൻ പരീക്ഷിച്ച് വിജയിച്ചാൽ മാത്രമേ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുള്ളൂ കേട്ടോ. എല്ലൊന്നും യൂട്യൂബിൽ കണ്ടുവന്നിരുന്നത് എല്ലൊന്നും നമ്മൾ ഉണ്ടാക്കിയാൽ നന്നായിക്കൊള്ളണം എന്നില്ല. പക്ഷേ ഇത് എനിക്ക് നല്ല കറക്റ്റിൽ വന്നു കേട്ടോ. മിക്ക ദിവസങ്ങളിലും ഉച്ചക്ക് അരി വെള്ളത്തിലിടാൻ മറക്കും. ഉച്ചക്ക് അരി വെള്ളത്തിലിട്ടാൽ വൈകുന്നേരം ആട്ടിയിട്ട് ചൂടാണ് ചെയ്യുക. അത് ചിലപ്പോൾ മറക്കും. പിന്നെ ദോശ പിന്നെ ചീയപ്പം ചൂടലാണ്. അപ്പോൾ നല്ല കറക്റ്റിന് നല്ല പിന്നെ പൊള്ളച്ച് ഓട്ടയൊക്കെ ആയി നല്ല സോഫ്റ്റുള്ള അപ്പം തന്നെയാണ് കേട്ടോ. പിന്നെ ഈസ്റ്റ് പറ്റാത്തവർക്കും ഈസ്റ്റ് ഇല്ലാത്തവർക്കും പിന്നെ നമ്മുടെ ബേക്കിംഗ്
സോഡ ഉപയോഗിച്ചാലും മതിയാകും എന്നാണ് തോന്നുന്നത്. ഞാനിപ്പോൾ ഇത് ഈസ്റ്റാണ് കുട്ടി ഇവിടെ ഈസ്റ്റ് ഉള്ളതുകൊണ്ട് അതാണ് ചെയ്തത് കേട്ടോ. ഇതാണ്ടോ എല്ലാ ദോശയും ഞാൻ ഇതേപോലെ ചുട്ടെടുത്തു. നല്ല കുഴവുള്ള ദോശയാണ് കേട്ടോ. ആരും പേടിക്കണ്ട ഇത് നന്നാകുമോ അല്ലേന്നൊന്നും. എനിക്ക് 2 ഗ്ലാസ് അരിയാണ് വേണ്ടി വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് പിന്നെ കൂടുതൽ അരി വേണമെങ്കിൽ അതിന് കൂടുതൽ അതിൻ്റെ ഉഴുന്നും ചോറും ഒക്കെ കൂടുതൽ കൂട്ടി കൊടുക്കുക. ഉണ്ടോ നല്ല സോഫ്റ്റ് ഉള്ളതാണ്. നമുക്ക് കറിയും കൂട്ടിയിട്ട് കഴിക്കാനും കുട്ടികൾക്ക് കഴിക്കാനും ഒക്കെ പറ്റും. നല്ല എളുപ്പമാണല്ലോ അല്ലേ. നമ്മൾ തലേന്നൊക്കെ ഇപ്പോൾ വല്ല കല്യാണത്തിനൊക്കെ പോയി വന്നാൽ അരി വെള്ളത്തിലിടാൻ പറ്റിയില്ലെങ്കിലൊന്നും വിഷമിക്കണ്ട. ഈ രീതിയിൽ ചെയ്താൽ നമുക്ക് പിന്നെ നല്ല ദോശ തന്നെ ചുട്ടെടുക്കാം. അതുപോലെ കറിയും കൂട്ടിയിട്ട് നല്ല കുഴച്ച് തിന്നാൽ നല്ല സുഖമാണ്, ഈസിയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.